ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് താമരയുടെ ട്യൂബർ സെയിലിനല്ല കേട്ടോ, ഇന്ന് വേറൊരു വീഡിയോ ആണ്. ഏട്ടൻ പച്ചക്കറി ചെയ്യുന്ന ചെറിയൊരു തോട്ടം, അത് എല്ലാവർക്കും കാട്ടിത്തരാനും അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ നേന്ത്രവാഴ കൃഷിയിലൂടെ നേന്ത്രവാഴ കൃഷി എങ്ങനെ ആദായകരമാക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. കാരണം നേന്ത്രവാഴ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചേന, ചേമ്പ് കണ്ടില്ലേ, അതിന് കൂടെ കാരണം ചേന, ചേമ്പ്, കാവിത്ത് ഇതെല്ലാം കൂടെ നടുകയാണെങ്കിൽ വാഴക്കൃഷി നേന്ത്രവാഴയ്ക്ക് വിലയില്ലെങ്കിലും ഈ മറ്റ് പച്ചക്കറികളിൽ നിന്നും നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. ഇതിൽ തന്നെ ചെറിയ ചേമ്പ്, വലിയ ചേമ്പ്, പ്ലാത്തി ചേമ്പ് എന്ന് പറയും, പിന്നെ ചേന, പിന്നെ കാവത്ത്, പിന്നെ മുളകുണ്ട്, ചെറിയ ചീരപറങ്കി മുളകുണ്ട്, വലിയ മുളകുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടിയതാണ് ഇതിട്ടുള്ളത്. അപ്പോൾ നേന്ത്രവാഴയ്ക്ക് അതിന് മാത്രം വില കിട്ടിയില്ലെങ്കിലും ഈ പച്ചക്കറി കൂടെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ആധുനിക രീതിയിലാണ് ഇത് നേന്ത്രവാഴ കൃഷി ചെയ്യുന്നത്. കാരണം നനയ്ക്കാനൊക്കെ ട്രിപ്പ് ഇട്ടാണ്ട്, കാരണം ഇത് കൂടെയൊക്കെ ചെറിയ പൈപ്പ് ഇട്ടത് അതിൽക്കൂടെ ട്രിപ്പ് ഇട്ടതാണ്. ഇതാ കണ്ടില്ലേ, ഇതിൽ കൂടെയൊക്കെ ചെറിയ പൈപ്പ് കണ്ടില്ലേ, ഇത് ട്രിപ്പ് ഇട്ടാണ്ടാണ് നനയ്ക്കുന്നത്. അപ്പോൾ മോട്ടർ ഉണ്ടോ, ഇതൊക്കെ ചെറിയ പൈപ്പുകൾ കണ്ടില്ലേ, ഇതിൽ കൂടെ ട്രിപ്പ് ഇട്ടാണ്ട് ആധുനിക രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അല്ല, അപ്പോൾ മോട്ടർ ഓണാക്കിയാൽ മതി, നമുക്കൊന്നും അറിയണ്ട. കാരണം മോട്ടർ ഓണാക്കുമ്പോൾ തന്നെ ഓരോന്നിൻ്റെ ചോട്ടിക്കും ഈ ട്രിപ്പ് വഴി വാഴേൻ്റെ ആയാലും ചേനേൻ്റെ ആയാലും ചേമ്പിൻ്റെ ആയാലും ഒക്കെ ചുവട്ടിൽ വെള്ളം എത്തും, നമുക്കൊന്നും അറിയണ്ട. അപ്പോൾ നനയ്ക്കേണ്ട ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ വാഴക്കൊലയ്ക്ക് വില പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ കൂടെ തന്നെ തെങ്ങും തൈ ഉണ്ട് ഇതിൻ്റെ കൂടെ വേറെ. അപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ച് വളം ഇട്ട് കൊടുക്കുന്നു വേണ്ട. ഈ വാഴയ്ക്കും ഇതിനൊക്കെ ഇട്ട് കൊടുക്കുന്ന വളം തന്നെ തെങ്ങിനും കിട്ടുന്നതാണ്. തെങ്ങിന് പ്രത്യേകിച്ച് വളം ഇട്ട് കൊടുക്കണ്ട. ഇതിൽ വാഴയ്ക്കും ഇതിനൊക്കെ കൊടുക്കുന്ന വളം തന്നെ തെങ്ങിന് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. യാതൊരുവിധ രാസവളം ഉപയോഗിക്കാതെയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ കാവത്താണ്. കാവത്ത് എന്ന് പറയും, ചില ഭാഗത്തേക്ക് കാച്ചിൽ എന്ന് പറയും, ഞങ്ങളിവിടെ കാവത്ത് എന്ന് പറയും. എല്ലാവർക്കും നമുക്ക് വിഷമില്ലാത്ത നല്ല ജൈവ വളം ഇട്ട് മാത്രം ഉണ്ടാക്കുന്ന പച്ചക്കറിയാണ് ഇത് കേട്ടോ. ഇതിൽ തന്നെ എല്ലാതും ഉണ്ട്. വാഴണ്ട്, ചേന, ചേമ്പ്, കാവത്ത്, ചീരപ്പറങ്കി, വലിയ മുളക്, അങ്ങനെയുള്ള ഒട്ടുമിക്കാലും, പിന്നെ വഴുതനുണ്ട്, വെണ്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ കുറച്ച് തോന്നുന്ന സ്ഥലമുണ്ട്. അതൊക്കെ ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് കേട്ടോ. വെണ്ട, വഴുതന, പിന്നെ ഒട്ടുമിക്കാലും പച്ചക്കറികളുണ്ട് ഇതിൽ. മത്തൻ, കുമ്പളം. പക്ഷേ മെയിനായിട്ട് ഇതാണ് ഇവിടെ. ഇതൊക്കെ മെയിനായിട്ട് കാര്യമായിട്ട് നേന്ത്രവാഴയാണ് മെയിനായിട്ട്. അതിലാണ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ചേന, ചേമ്പ് ഇതൊക്കെ ഉള്ളത് കേട്ടോ. നമുക്ക് കടയിൽ നിന്നൊന്നും ഇപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറി വാങ്ങിക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങൾക്കൊക്കെ കടയിൽ നിന്ന് ചെറിയ ഉള്ളി, വെളുത്തുള്ളി മാത്രം വാങ്ങിക്കേണ്ടി ഇതുള്ളൂ. അല്ലാത്ത തക്കാളി, അല്ലാത്ത പച്ചക്കറിയൊക്കെ ഞങ്ങൾക്ക് ഏട്ടനിവിടെ ഉണ്ടാക്കി. ഞങ്ങൾ പുറത്തുനിന്ന് അധികം അങ്ങനത്തെ പച്ചക്കറി വാങ്ങല്ല, ഒക്കെ സ്വന്തമായിട്ട് ഏട്ടൻ ഉണ്ടാക്കുന്നതാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.